നമസ്തേ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യു ജി സി നെറ്റ് കൊമേഴ്സിൻ്റെ സിലബസാണ്. യു ജി സി നെറ്റിന് 2 പേപ്പേഴ്സാണുള്ളത്. പേപ്പർ 1 ജനറൽ പേപ്പറാണ്. പേപ്പർ 2 സബ്ജക്റ്റ് പേപ്പറാണ്. പേപ്പർ 1 എല്ലാവർക്കും കോമൺ ആയിരിക്കും. പേപ്പർ 2 അത് അവരവരുടെ സബ്ജക്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിന്ന് കൊമേഴ്സിൻ്റെ സിലബസാണ് നോക്കുന്നത്. ആദ്യം നമുക്ക് പേപ്പർ 1ൻ്റെ സിലബസ് നോക്കാം. പേപ്പർ 1ൻ്റെ സിലബസ് 10 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഹെഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതൊക്കെയാണത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് നോക്കാം പിന്നീട്. അതിനു മുന്നേ നമുക്ക് പേപ്പർ 2 കൊമേഴ്സ് പേപ്പർ 2ൻ്റെ സിലബസ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണുള്ളത് എന്ന് നോക്കാം. കൊമേഴ്സിൻ്റെ പേപ്പർ 2 10 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ബിസിനസ് എക്കണോമിക്സ്, ബിസിനസ് ഫൈനാൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. ഇതെല്ലാമാണ് യൂണിറ്റ്സ്. ഡീറ്റെയിൽഡ് സിലബസിലേക്ക് പോകും. പേപ്പർ 1ൻ്റെ ഡീറ്റെയിൽഡ് സിലബസാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് സിലബസ് ആണ് നമ്മൾ കാണുന്നത്. ടീച്ചിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ടീച്ച് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സാണ് ഇതിനുള്ളത്, സ്വയം പ്രഭ, MOOC, ഇവാലുവേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടീച്ചിങ് എല്ലാം നമ്മളിവിടെ പഠിക്കും. പിന്നെ റിസർച്ചിനെ പറ്റിയാണ് പഠിക്കുന്നത്. പോസിറ്റിവിസം, തിസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, എത്തിക്സ്, ടൈപ്സ് ഓഫ് റിസർച്ച്, പല ടൈപ്പ് റിസർച്ചുകളുണ്ട്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്. ഇതൊക്കെ നമ്മളിവിടെ പഠിക്കും. 3rd യൂണിറ്റ് വരുന്നത് കോംപ്രിഹെൻഷനാണ്. ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പാരഗ്രാഫ് തന്നാൽ അത് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് അഞ്ചോളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതാണ് ഈ യൂണിറ്റ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ മോഡൽ. 4th യൂണിറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതിൽ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കും. 5th യൂണിറ്റ് റീസണിങ് ആണ്. PSC എക്സാംസിനൊക്കെ വരുന്ന പോലെയുള്ള റീസണിങ്, നമ്പർ, ലെറ്റർ, കോഡ്സ്, റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരാറുള്ളത്. 6th യൂണിറ്റ് വരുന്നത് ആർഗ്യുമെൻറ്റ് സ്ട്രക്ചർ, മൂഡ്, അങ്ങനെയുള്ള ലോജിക്കൽ റീസണിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പ്രത്യക്ഷ, മീനിങ്, പെർസെപ്ഷൻ, അനുമാന, ഇൻഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷനാണ് അടുത്ത യൂണിറ്റ്. അതിൽ ബാർ ചാർട്ട്, പൈ ചാർട്ടൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത്. 8th യൂണിറ്റ് വരുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ഇതിൽ നമ്മൾ പഠിക്കുക ഇൻ്റർനെറ്റ്, വീഡിയോ കോൺഫറൻസിങ്, ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 9th യൂണിറ്റ് വരുന്നത് എൻവിറോൺമെൻ്റ് ആണ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഇതിനൊക്കെ പറ്റി നമ്മൾ പഠിക്കും. 10th യൂണിറ്റ് ഹയർ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ളതാണ്. ഏൻഷ്യൻ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളിതിൽ പഠിക്കും. ഇതൊക്കെയാണ് പേപ്പർ 1ലെ യൂണിറ്റ്സ് വരുന്നത്. എക്സാമിന്
യൂണിറ്റ് വൈസ് അല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 150 ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. ആദ്യം 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ആയിരിക്കും. പിന്നെയുള്ള 100 ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ആയിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. യൂണിറ്റ് വൈസ് അല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്രോക്സിമേറ്റ്ലി ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1 വരുന്നതെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് തന്നെ വന്നോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓൺ ആൻ ആവറേജ് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ചില യൂണിറ്റിൽ നിന്ന് വരാതെയും ഒക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പേപ്പർ 2 സബ്ജക്റ്റ് പേപ്പറാണ്. കോമേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഇതിലുള്ള ഫസ്റ്റ് യൂണിറ്റ് അക്കൗണ്ടിങ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് ബിസിനസ് എൻവിറോൺമെൻ്റ് ആണ്. ബിസിനസ് എൻവിറോൺമെൻറ്റിൽ നമുക്ക് എക്കണോമിക് സിസ്റ്റത്തിനെ പറ്റിയും പോളിസിയെ പറ്റിയും പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്, ലീഗൽ എൻവിറോൺമെൻറ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കും. CSRനെ പറ്റി നമ്മൾ പഠിക്കും. പിന്നെ പല ടൈപ്പ് ഓഫ് ആഗ്രിമെൻറ്റ്സ്, ഗാർഡ്സ്, ട്രിപ്സ്, ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള ആഗ്രിമെൻറ്റിനെ പറ്റി പഠിക്കും. FDI, FPI ഒക്കെ പറ്റി പഠിക്കും. സാർക്ക്, നാഫ്ത ഇങ്ങനെയുള്ള ആഗ്രിമെൻറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. ഇത് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ MCOMന് ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നതാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. അതേപോലെ തന്നെ സെക്കൻഡ് സെമ്മിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സും പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു UGC നെറ്റ് കോമേഴ്സിൻ്റെ പേപ്പർ 2 ഫസ്റ്റ് യൂണിറ്റ് ഈ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ പല ചാപ്റ്റേഴ്സ്, പല യൂണിറ്റ്സും MCOM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസായിട്ട് ഒരുപാട് സാമ്യമുള്ളതാണ്. സെക്കൻഡ് യൂണിറ്റ് വരുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്. അതിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്, ഒരു പാർട്ട്ണർഷിപ്പ്, ലിക്വിഡേഷൻ, പിന്നെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റിംഗ്, വൗച്ചിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് പേജുകളൊക്കെയുള്ള സിലബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ NTA വെബ്സൈറ്റ് ഉണ്ട്. UGC നെറ്റിൻ്റെ സിലബസ് അതിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും അവൈലബിൾ ആണ്. തേർഡ് യൂണിറ്റ് വരുന്നത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഫോർത്ത് യൂണിറ്റ് ഫൈനാൻസ് ആണ്. അതിൽ ടൈം വാല്യൂ ഓഫ് മണി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എല്ലാമാണ് പഠിക്കുന്നത്. ഫിഫ്ത്ത് യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിൽ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ, റിഗ്രഷൻ, ഡാറ്റ സാമ്പിളിങ്, അനോവ, കൈ-സ്ക്വയർ ടെസ്റ്റ് ഇതൊക്കെയാണ് പഠിക്കുന്നത്. സിക്സ്ത് യൂണിറ്റ് മാനേജ്മെൻ്റ് ആണ്. അതിലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, നെഗോഷിയേഷൻ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. സെവൻത്ത് യൂണിറ്റ് ബാങ്കിങ് ആണ്. ഇന്ത്യയിൽ ബാങ്കിങ് എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ട്സ്, പെൻഷൻ ഫണ്ട്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബേസൽ നോംസ് എന്താണ്, ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, റീ ഇൻഷുറൻസ്, IRDA ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എയ്ത്ത് യൂണിറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ടാണ്. പ്രൈസിങ് ഡിസിഷൻസ്, പ്രോഡക്റ്റ് ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, സർവീസ് മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നയൻത്ത് യൂണിറ്റ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആണ്. അതിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്, കമ്പനീസ് ആക്ട്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കോമ്പറ്റീഷൻ ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചും GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ലാസ്റ്റ് യൂണിറ്റ് ഓഫ് പേപ്പർ 2 ഓഫ് കൊമേഴ്സ് ഈസ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ നമ്മൾ പഠിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, എക്സംപ്റ്റഡ് ഇൻകംസ്,
അഗ്രികൾച്ചറൽ ഇൻകം, ക്ലബിംഗ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, TDS, TCS, അഡ്വാൻസ് ടാക്സ്, റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ സെക്ഷൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം എക്സാമിന് ഏത് സെക്ഷൻ നിന്നാണ് വന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണാറുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം സെക്ഷൻസൊക്കെ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ UGC നെറ്റ് കൊമേഴ്സിൻ്റെ സിലബസ് ഇതെല്ലാമാണ് വരുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.